വെൽക്കം ഓൾ. നോക്കൂ, കപ്പാസിറ്റൻസ് കപ്പാസിറ്റി എന്താണ്, അതിനുള്ള എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, അതിൻ്റെ യൂണിറ്റ് എന്താണ്, ഒരു സ്ഫെരിക്കൽ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റി എന്താണ്, ഓൾ ദോസ് തിങ്സ് വി ഡിസ്കസ്ഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. നൗ ഇറ്റ്സ് ടൈം ടു ഡിസ്കസ് കപ്പാസിറ്റർ ഓർ കണ്ടൻസർ. എന്താണ് കപ്പാസിറ്റർ അല്ലെങ്കിൽ കണ്ടൻസർ എന്നതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. റെഡി? കപ്പാസിറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കപ്പാസിറ്റർ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും നിങ്ങളെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, മീൻസ് വലിയ ഡിവൈസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ കാണാറുള്ള സാധനമാണ്. നോക്കൂ, ഇതാ ഈ ഡയഗ്രത്തിൽ ഞാൻ കാണിച്ച സാധനം നോക്ക്, ബാക്കിയൊക്കെ അവിടെ കട്ടെ. ആദ്യം ഇവിടെ നോക്ക്. ഇതുപോലത്തെ കോമ്പണൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിലേതെങ്കിലും ഇതൊക്കെ വ്യത്യസ്ത ടൈപ്പ് കപ്പാസിറ്റേഴ്സാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ സാധാരണ കാണുന്ന ടൈപ്പാണ്. അതുകൊണ്ട് ഒരു സിലിണ്ടർ പോലെ എന്നിട്ട് അതിന് രണ്ട് ഒരേ സൈഡിൽ നിന്ന് തന്നെ രണ്ട് ടെർമിനൽസ് കണ്ടില്ലേ? ഇതാ ഈ സിലിണ്ടർ, അതിന് ഇവിടെ രണ്ട് ടെർമിനൽസ് കൊടുത്തത് ഉണ്ടാവും. അതുപോലെ നോക്കുക, അത് തന്നെയാണ് ഇത്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്നുള്ളത്. അങ്ങനെ വ്യത്യസ്ത ടൈപ്പ് കപ്പാസിറ്റേഴ്സ് ഈ രൂപത്തിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ കാണുന്ന ടൈപ്പ് സാധനങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പല ടൈപ്പ് കപ്പാസിറ്റർ ഉണ്ട്. പേപ്പർ കപ്പാസിറ്റർ മുതൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ, എന്താണ് ഈ സാധനം? നോക്ക്, കപ്പാസിറ്റർ ഈസ് എൻ അറേഞ്ച്മെൻറ്റ് ഫോർ സ്റ്റോറിങ് ഇലക്ട്രിക് ചാർജ്. കപ്പാസിറ്ററിന് വേറെയും പല പർപ്പസിന് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. നമുക്ക് സംസാരിക്കാനുള്ളപ്പോൾ ഇതിനാണ്. ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എൻ അറേഞ്ച്മെൻറ്റ് ഫോർ സ്റ്റോറിങ് ഇലക്ട്രിക് ചാർജസ്. ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാം. ഒരു കപ്പാസിറ്ററിൽ എന്താണ്ടാവുക? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു കണ്ടക്ടേഴ്സ്, രണ്ട് കണ്ടക്ടർ സെപ്പറേറ്റഡ് ബൈ എ ഡൈഇലക്ട്രിക് മീഡിയം ഓർ വാക്വം. ഏത് കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ ശരിക്കുള്ള സാധനമാണ് പറഞ്ഞത്? അതിൽ രണ്ട് കണ്ടക്ടർ നോക്കൂ, രണ്ട് കണ്ടക്ടർ. ആ രണ്ട് കണ്ടക്ടറിന് ഇടയിൽ ഒന്നുകിൽ വാക്വം അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് മീഡിയം ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ മനസ്സിലായില്ലേ? ഒരു കണ്ടക്ടർ, ഇത് വേറെ കണ്ടക്ടർ, അത് എങ്ങനെയെങ്കിലും ആവട്ടെ. എങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ, ആ കണ്ടക്ടർ ഏത് ഷേപ്പിലുള്ളതാണോ അതിനനുസരിച്ച് ഡിഫറൻറ്റ് കപ്പാസിറ്ററിന് വ്യത്യസ്ത പേരുകളുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ, ടു കണ്ടക്ടേഴ്സ്. എന്തിനാ കപ്പാസിറ്റർ? ഫോർ സ്റ്റോറിങ് ഇലക്ട്രിക് ചാർജസ്. ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാൻ. നമ്മൾ പല ആളുകളും തെറ്റിദ്ധരിക്കുന്നുണ്ട്, ബാറ്ററി ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യണം. നോ, ബാറ്ററിൻ്റെ പണി അതല്ല. അത് നമ്മൾ ഒരിക്കലും സംസാരിച്ചിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്റർ ഞാൻ മീൻസ് ആരെടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ. കാരണം സെല്ല്, ബാറ്ററി, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമ്മൾ അവിടെ സംസാരിക്കാൻ പോകുന്നത്. നോക്കൂ, ഇവിടെ രണ്ട് കണ്ടക്ടർ. ആ രണ്ട് കണ്ടക്ടറുകൾക്കിടയിൽ രണ്ടാക്ക ഇവിടെ പെർമിഷനിൽ, ഒന്നര വാക്വം അല്ലെങ്കിൽ പിന്നെ ആരാ ഡൈഇലക്ട്രിക് മീഡിയം. ആ അറേഞ്ച്മെൻ്റ് ആണ് കപ്പാസിറ്റർ. ഇറ്റ്സ് എൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ടു കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ഐദർ ബൈ വാക്വം ഓർ ബൈ ഡൈഇലക്ട്രിക് മീഡിയം. അപ്പോൾ നമുക്ക് അറിയേണ്ടത് എന്തറിയാം? എന്താ പ്രശ്നം? ആയിക്കോട്ടെ, സംഭവം കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്ങനെയാണ് ഈ അറേഞ്ച്മെൻറ്റിന് കൂടുതൽ ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാൻ കഴിയുന്നതെന്ന് നമുക്ക് വിശദീകരിച്ച് തരണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. മനസ്സിലായല്ലോ? പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ. നോക്കാം നമുക്ക് പ്രിൻസിപ്പിൾ എന്താണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, രണ്ട് കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ഐദർ ബൈ വാക്വം ഓർ ബൈ ഡൈഇലക്ട്രിക് മീഡിയം. അവർക്ക് എങ്ങനെയാണ് കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ കഴിയുന്നത്? ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇനി പറയാൻ പോകുന്നത്. കഥ പോലെ കേൾക്കാനുള്ള സാധനമാണ് കേട്ടോ. വെറും കഥ പോലെ കേൾക്കാനുള്ളതാണ്. ശ്രദ്ധിച്ചോ. നോക്കൂ, ആദ്യം ഞാൻ നോക്കൂ, ഒരു കണ്ടക്ടർ എടുത്ത് ശരിക്കും എൻ്റെ ഡീല് കംപ്ലീറ്റ് ഒരു കണ്ടക്ടറായിട്ടാണ്. രണ്ടാമത്തെ കണ്ടക്ടറായിട്ട് എനിക്ക് ഡീലൊന്നും ശരിക്കില്ല. അത് എന്താണെന്നല്ല നമുക്ക് നോക്കാം. നോക്കൂ, ഞാൻ ഒരു കണ്ടക്ടർ എടുത്തു. റെഡി അല്ലേ? ഓക്കെ, ഈ കണ്ടക്ടറിൽ ഞാൻ ചാർജ് കൊടുക്കാൻ പോവാം. ഞാൻ പറഞ്ഞത് കഥ പോലെ കേൾക്കേണ്ട കാര്യമാണ്. ഞാൻ നോക്കൂ, ഈ കണ്ടക്ടറിനാണ് ചാർജ് കൊടുക്കുക. ഞാൻ കൊടുക്കുന്നത് പോസിറ്റീവ് ചാർജാണ് കൊടുക്കാൻ പോകുന്നത്. പോസിറ്റീവ് ചാർജ് ഞാൻ അങ്ങനെ പറയുന്നത് കൊടുത്ത് പോസിറ്റീവ് ചാർജ് വയറ് നിറയോളം കൊടുക്കുക എന്ന് ഞാൻ പറയുന്നത് വിചാരിക്കുക. കൊളോക്കിയലി വയറ് നിറയോട് ഇയാൾക്ക് പോസിറ്റീവ് ചാർജ് കൊടുത്ത്. അപ്പോൾ അതിനെങ്ങനെ ഫിസിക്സിൽ പറയാം? കമോൺ, അതിനെങ്ങനെ ഫിസിക്സിൽ പറയാം? ഈ കണ്ടക്ടറിൽ വയറ് നിറയോട് ഞാൻ പോസിറ്റീവ് ചാർജ് കൊടുത്തു എന്നതിൻ്റെ ഫിസിക്സിൽ എങ്ങനെ പറയാം? ചാർജ് ഈസ് ഗിവൺ ടു ദ കണ്ടക്ടർ ടിൽ ഇറ്റ്സ് പൊട്ടൻഷ്യൽ ബിക്കംസ് മാക്സിമം. ഇതിൻ്റെ പൊട്ടൻഷ്യൽ മാക്സിമം ആകുന്നത് വരെ ചാർജ് കൊടുത്തു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായോ? വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നതനുസരിച്ച് ലെവൽ ഇങ്ങനെ ഉയരും. വയറ് നിറയെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആ ലെവൽ ഫുള്ളായി കഴിഞ്ഞാൽ നിറഞ്ഞു.
പിന്നെയും കൊടുത്താൽ എന്താ സംഭവിക്കുക? പിന്നെ അങ്ങനെ ഓവർഫ്ലോ ചെയ്തിട്ട് പുറത്തൊക്കെ പോവുക. എന്ന പോലെ ഇനിയും നിങ്ങൾ ഇതിന് ചാർജ് കൊടുത്താൽ എന്താ സംഭവിക്കുക? ആ ചാർജ് ആ കണ്ടക്ടറിൽ ഉണ്ടാവില്ല, പുറത്തേക്ക് എയറിലേക്ക് പോകും. എന്ന് വെച്ചാൽ കണ്ടക്ടർ തൊടേണ്ട ഷോക്ക് അടിക്കാൻ എയറിലൂടെ പോകുമ്പോൾ തന്നെ ഷോക്ക് കിട്ടുന്നു. മനസ്സിലായോ? അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? മാക്സിമം ചാർജ് കൊടുത്തതിലേക്ക് മാക്സിമം ചാർജ് ഇസ് ഗിവൺ ടു ദ കണ്ടക്ടർ. ഞാൻ ഈ ഡയഗ്രത്തിന് എ എന്ന് പേരിടാം. അറിയോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ഹാപ്പിയാണോ? ഹാപ്പി അല്ല, എനിക്കിത് പോരല്ലോ. എനിക്ക് മാക്സിമം ഇത്രയൊന്നും ചാർജ് കൊടുത്താൽ പോരാ, എനിക്ക് മാക്സിമം ഇനിയും ഒരുപാട് ചാർജ് കൊടുക്കണം. ഇതിപ്പോൾ ഏത് കണ്ടക്ടറിന് കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല, നമ്മൾ കപ്പാസിറ്റർ ആയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യാറിയോ? ഞാൻ നോക്കൂ, ഇതേ സാധനം ഫോർ എക്സാമ്പിൾ യെസ്, നോക്കൂ, അതന്നെയാണ്. ഞാൻ അടുത്ത ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനോട് കോപ്പി ചെയ്ത് വെച്ചാണ് കേട്ടോ. ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അടുത്തേക്ക് ഒരു സിമിലർ കണ്ടക്ടർ നോക്കൂ, ഞാൻ ഇതിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുക. പ്രത്യേകം മനസ്സിലാക്കുക, എനിക്ക് ഈ ഫസ്റ്റ് കണ്ടക്ടറായിട്ടാണ് കേട്ടോ എൻ്റെ ഡീലൊക്കെ. എനിക്ക് രണ്ടാമത്തെ ആളായിട്ട് ഒരു ഡീലും ഇല്ല, എനിക്ക് ആദ്യത്തെ ആളായിട്ടാണ് എൻ്റെ ഡീലുള്ളത്. ഓക്കെ, ഞാൻ അതുപോലെ ഒരു ഐഡൻറ്റിക്കൽ കണ്ടക്ടർ ഇവിടെ കൊണ്ടുവച്ചു. എന്താ സംഭവിക്കുക നോക്കുക? എന്താ സംഭവിക്കുക? ഇവിടെ എന്താ ഉള്ളത്? പോസിറ്റീവ് ചാർജ്. ഇതൊരു ന്യൂട്രൽ കണ്ടക്ടറാണ് ഇവിടെ കൊണ്ടുവച്ച്. ഇറ്റ്സ് എ ന്യൂട്രൽ കണ്ടക്ടർ. യെസ്, ഒരു ന്യൂട്രൽ ഐഡൻറ്റിക്കൽ കണ്ടക്ടർ കൊണ്ടുവച്ചു. ഈ പോസിറ്റീവ്ലി ചാർജ് ഇതിനെ നമുക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഇതിനെ എ എന്ന് പേര് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടക്ടർ ബി. അപ്പോൾ എ എന്ത് ചെയ്യും? എയിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, അപ്പോൾ ബി ന്യൂട്രലാണ്. ഈ പോസിറ്റീവ് ചാർജ് ഇതിലെ നെഗറ്റീവ് ചാർജിനായിട്ട് അട്രാക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നെഗറ്റീവ് ചാർജസ് ആർ ഇൻഡ്യൂസ്ഡ് ഓൺ ദ നിയറർ സൈഡ് ഓഫ് ദ കണ്ടക്ടർ. മീൻസ് ഈ സൈഡ് നിയറർ, ഈ സൈഡ് ഫാർദർ, ദൂരമുണ്ട്, ഇതടുത്തുള്ളത്. നിയറർ സൈഡിൽ നെഗറ്റീവ് ചാർജ് വന്നു. ഇതിൽ നെഗറ്റീവ് മാത്രമല്ലല്ലോ, ഇതിൽ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് ചാർജസ് ഈ പോസിറ്റീവിനാൽ അട്രാക്ട് ചെയ്യപ്പെടുകയും ഇതിലുള്ള പോസിറ്റീവ് ചാർജോ ഈ പോസിറ്റീവിനാൽ റിപ്പൽ ചെയ്യപ്പെടും. ആ പോസിറ്റീവ് ചാർജ് നോക്കൂ, ഫാർദർ സൈഡിൽ പോസിറ്റീവ്. എത്ര നെഗറ്റീവ് അപ്പുറത്തുനിന്നോ അത്ര. ഞാൻ എണ്ണം നോക്കിയിട്ടല്ല കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നിയറർ സൈഡിൽ നെഗറ്റീവും ഫാർദർ സൈഡിൽ പോസിറ്റീവ് വന്നു. ഓക്കെ, നമുക്ക് ഇയാളായിട്ട് ഡീലില്ല കേട്ടോ. നമ്മൾ ചാർജ് കൊടുത്തത് എ ആയിട്ടാണ്, അത് മറക്കരുത്. നമ്മുടെ ഡീല് കംപ്ലീറ്റ് എയുമായിട്ടാണ്, മറന്നു പോകരുത്. റെഡി അല്ലേ? അപ്പോൾ നോക്കൂ, ഇനി ഇതുകൊണ്ട് എന്താ ഇവിടെ എന്താ ലാഭം? ഇവിടെ ലാഭമുണ്ട്, പറയാം. എന്താ കാരണം? നമുക്ക് ഇവിടെ എന്തായിരുന്നു ഇവിടെ പ്രശ്നം? ഈ എ കണ്ടക്ടറിന് നിറയെ നമ്മൾ പിന്നെ പൊട്ടൻഷ്യൽ മാക്സിമം ആകുന്നവരെ ചാർജ് കൊടുത്തു. പക്ഷെ നമ്മൾ ഹാപ്പി അല്ല എന്ന് പറഞ്ഞു, കാരണം നമുക്ക് കൊടുത്താൽ പോരാ. പക്ഷെ ഇനി കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഇനി കൊടുക്കണമെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ താവണം. പൊട്ടൻഷ്യൽ താന്നാലല്ലേ. അപ്പോൾ നോക്കി, നമ്മളൊരു ബോട്ടിലേക്ക് ഷുഗർ നിറച്ചു. ഷുഗറാണ് നിറഞ്ഞ അതിൻ്റെ ലെവൽ ഫുള്ളായി കഴിഞ്ഞാൽ പിന്നേക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ചെയ്യണ പോലെ ഒരു കുലിക്കിറക്കലില്ലേ, ഒന്ന് കുലിക്കിറക്കി. അപ്പോൾ ലെവൽ ലേശം കൂടെ താന്നാൽ ആ ലെവൽ താന്നിടത്തും കൂടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വീണ്ടും ഷുഗർ ആഡ് ചെയ്യാം. ആ പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നല്ലോണം ശ്രദ്ധിക്കട്ടോ, ശരിക്കും മനസ്സിലായിക്കോ. സിമ്പിൾ പരിപാടിയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ രസകരമായി പഠിച്ചു പോകാവുന്ന കാര്യം. ഈ എ കണ്ടക്ടറിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആ പോസിറ്റീവ് ചാർജ് മൂലം എ കണ്ടക്ടറിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, റെഡി അല്ലേ? ആ പൊട്ടൻഷ്യൽ അതിൻ്റെ മാക്സിമത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ഈ നെഗറ്റീവ് ചാർജസിൽ നിന്ന് സേർട്ടൺ ഡിസ്റ്റൻസ് അകലെയല്ലേ കണ്ടക്ടർ എ? നോക്കൂ, ഇവിടെ എനിക്കൊരു ക്യൂ ചാർജ് ഉണ്ട്. ആ ക്യൂ ചാർജ് മൂലം നോക്കൂ, ഈ പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഇവിടെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട്. അതുപോലെ ഈ നെഗറ്റീവ് ചാർജിൽ നിന്ന് സേർട്ടൺ ഡിസ്റ്റൻസ് അകലെയാണല്ലോ ഈ കണ്ടക്ടർ എ. അപ്പോൾ കണ്ടക്ടർ എക്ക് സ്വന്തമായി ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ളതോടൊപ്പം തന്നെ ഈ നെഗറ്റീവ് ചാർജ് മൂലം ഇവിടെ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യലും കൂടി ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ നെഗറ്റീവ് പൊട്ടൻഷ്യലും ഈ പോസിറ്റീവ് പൊട്ടൻഷ്യലും കൂടി ആഡ് ചെയ്താൽ ഇയാളെ നെറ്റ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ നന്നായി കുറഞ്ഞില്ലേ? നന്നായി പൊട്ടൻഷ്യലാണ് കുറഞ്ഞു. അപ്പോൾ ആ കുറഞ്ഞിടത്തൊക്കെ നമുക്ക് പോസിറ്റീവ് ചാർജ് കൊടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു വില്ലനുണ്ട്. ആരാണ് വില്ലൻ? ഈ ബി കണ്ടക്ടറിൽ നോക്കൂ, ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ നെഗറ്റീവ് ചാർജസ് ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ പോസിറ്റീവ് ചാർജസ് ഇവിടെ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജിൻ്റെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇതിലേക്ക് ആഡ് ചെയ്തപ്പോൾ ഇതിൻ്റെ നെറ്റ് പൊട്ടൻഷ്യൽ കുറഞ്ഞു. പക്ഷേ ഈ പോസിറ്റീവ് ചാർജിൻ്റെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആഡ് ചെയ്തപ്പോൾ ആ പൊട്ടൻഷ്യലൊക്കെ കൂടുകയും ചെയ്തു. പക്ഷെ ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താ? ഇവിടെ എമൽ ഈ നെഗറ്റീവിനാണോ ഈ പോസിറ്റീവിനാണോ
കണ്ടക്ടർ എമ്മിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത് ഈ നെഗറ്റീവിന്. കാരണം എന്താ, ദേ ആർ ഓൺ ദ നിയറർ സൈഡ്, പോസിറ്റീവ് ഓൺ ദ ഫാർ, ഇത് കുറച്ചും കൂടി ദൂരം അകലെ പോസിറ്റീവ്. അപ്പോൾ ഒരു ഇത്തിരി ഇവിടെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, അത് പറയാൻ മാത്രമില്ല, നമ്മളത് ഹാപ്പി അല്ല. നമുക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ഇവിടെ കിട്ടിയതാണ്. കാരണം ഈ നെഗറ്റീവ് ചാർജസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ നന്നായി കുറച്ച് തന്നതായിരുന്നു. പക്ഷെ വില്ലനായതാരാണ്, ഇവിടുത്തെ പോസിറ്റീവ് ചാർജ്. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് ഡീലി ബീനെറ്റല്ല എയുമായിട്ടാണ്. ഇവിടെയാണ് നമ്മൾ ചാർജ് സ്റ്റോർ, മനസ്സിലായോ? ഓക്കെ, ഇതതിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ആളാണെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഇപ്പോൾ പ്രശ്നമായത് ആരാണ്, നമ്മുടെ ബി ആണ് പ്രശ്നമായത്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം, നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒറ്റ സെക്കൻഡ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. യെസ്, അപ്പോൾ നോക്കൂ, നമ്മൾ പിന്നെ അതിൻ്റെ കോപ്പി നമ്മൾ ഇവിടെ എടുത്തു. ഡയഗ്രാം സി നോക്കും. അപ്പോൾ സിയിൽ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഇവിടെ വില്ലനായതാണ് ഈ ബി കണ്ടക്ടറിലുള്ള ഈ പോസിറ്റീവ് ചാർജസ് ആണ്. അപ്പോൾ ഇവരെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നം തീരും. അപ്പോൾ അവർ ഒഴിവാക്കാനുള്ള ടെക്നിക്ക് എന്താ, ആ ടെക്നിക്ക് നമ്മളെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. എന്താണ് ഈ കണ്ടക്ടർ ബീനെ എന്ത് ചെയ്താൽ മതി, എർത്ത് ചെയ്യുക. ഇതാ നോക്കൂ, നമ്മളിതിനെ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാം, എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം പോസിറ്റീവ് ചാർജ് ഫ്ലോ ഇൻ ടു ദി എർത്ത് എന്നാണ് ഞാൻ പറയാം. പക്ഷേ സംഭവിക്കൽ എന്താ, ഇവിടുന്ന് ഓരോ ഇലക്ട്രോൺ കയറി വന്നിട്ട് ഈ പോസിറ്റീവ് ചാർജ് ന്യൂട്രലൈസ് അങ്ങനെ ന്യൂട്രലൈസ് ചെയ്ത് പോകും. നോക്കൂ, ഓരോരുത്തർ വന്നതിനെങ്ങനെ ഓരോ ഇലക്ട്രോൺ വന്നിട്ട് ഇവിടെ കയറിയിരിക്കുകയാണ്. ആ വേക്കൻസിയിൽ കയറിയിരുന്നു, പോസിറ്റീവ് ചാർജ് കംപ്ലീറ്റ് പോയി. നെഗറ്റീവ് ചാർജസ് എന്താ പോകത്തത്, ഇലക്ട്രോൺസ് ആണ്. ഇതെന്താ പോകത്തത്, ബിക്കോസ് ദേ ആർ സ്ട്രോങ്ലി ഹെൽഡ് ബൈ ദ പോസിറ്റീവ് ചാർജസ് ഓഫ് ക്യാപിറ്റൽ എ. അവർ പോകില്ല, ക്യാപിറ്റൽ എ പിടിച്ചോട് വെച്ചതാ. അപ്പോൾ അവർക്ക് പോകാനുള്ള ഓപ്ഷൻ ഇല്ല. മനസ്സിലായോ? ഇപ്പോൾ എന്താ സംഭവിച്ചു നോക്കൂ, ഇപ്പോൾ എയിലെ പൊട്ടൻഷ്യൽ ഡിഗ്രീസസ് ഡ്രാസ്റ്റിക്കലി, ലാർജ് എമൗണ്ട് പൊട്ടൻഷ്യൽ. കാരണം എയിൽ ഇഷ്ടം പോലെ സ്ഥലം ബാക്കിയായിപ്പോൾ എൻ്റെ പൊട്ടൻഷ്യൽ നന്നായി കുറഞ്ഞു. കാരണം ഇയാളെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇവിടെ വന്നു, അത് പിന്നീട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളെ പൊട്ടൻഷ്യൽ നന്നായിട്ട് കുറഞ്ഞു. ആ കുറഞ്ഞ സ്ഥലത്ത് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, എയിലേക്ക് ചാർജ് കൊടുക്കാം. അപ്പോൾ എൻ്റെ കപ്പാസിറ്റി നന്നായിട്ട് കൂടി. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ. എങ്ങനെയാണ് രണ്ട് കണ്ടക്ടേഴ്സ് കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ കാരണമാകുന്നത് എന്നതിൻ്റെ പ്രിൻസിപ്പിളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നോക്ക്, ആദ്യത്തെ കണ്ടക്ടർ എടുത്തു, അതിൽ കംപ്ലീറ്റ് നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുത്തു. പോസിറ്റീവ് ചാർജ് മീൻസ് നമ്മൾ പിന്നെ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഏതുവരെ കൊടുത്ത്, അതിൻ്റെ പൊട്ടൻഷ്യൽ മാക്സിമം വരെ. പൊട്ടൻഷ്യൽ മാക്സിമം ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, പൊട്ടൻഷ്യൽ മാക്സിമം ആയി കഴിഞ്ഞാൽ പിന്നീട് കൊടുക്കാൻ പറ്റില്ല, പിന്നെ കൊടുക്കാൻ കഴിയില്ല. അതിൻ്റെ പൊട്ടൻഷ്യൽ മാക്സിമമായി, പിന്നീട് ഫർദർ അഡീഷൻ പോസിബിൾ അല്ല. ഓക്കെ, യെസ്. പക്ഷേ നമ്മൾ ഹാപ്പിയാണോ, അല്ല. നമുക്ക് ഇനി കുറച്ച് കൊടുക്കണമെങ്കിൽ എന്ത് വേണം, അതിൻ്റെ പൊട്ടൻഷ്യൽ താഴണം. അപ്പോൾ പൊട്ടൻഷ്യൽ താഴ്ത്താനുള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. അതിന് നമ്മൾ എന്താ ചെയ്ത്, ഒരു സിമിലർ കണ്ടക്ടർ കൊണ്ടുവന്നു. കേട്ടോ, ഒരു സിമിലർ കണ്ടക്ടർ ബി കൊണ്ടുവന്നു അതിൻ്റെ അടുത്തേക്ക്. അപ്പോൾ എന്ത് സംഭവിച്ചു, അതിൻ്റെ നിയറർ സൈഡിൽ നെഗറ്റീവ് ചാർജും ഫാർദർ സൈഡിൽ പോസിറ്റീവ് ചാർജും അക്യുമുലേറ്റ് ചെയ്തു. ഈ നിയറർ സൈഡിലെ നെഗറ്റീവ് ചാർജ് എൻ്റെ പൊട്ടൻഷ്യൽ കുറക്കാൻ കാരണമായി. അതിനെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. കാരണം ഇപ്പോൾ എൻ്റെ മുകളിൽ 3 ആളെ കോൺട്രിബ്യൂഷൻ ഉണ്ട് പൊട്ടൻഷ്യലിലേക്ക്. ഒന്ന് സ്വന്തം വക, 2 ഈ നെഗറ്റീവിൻ്റെ വക, 3 ഈ പോസിറ്റീവിൻ്റെ വക. നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതോടുകൂടി ഇതിൻ്റെ പൊട്ടൻഷ്യൽ നന്നായി കുറഞ്ഞു. പക്ഷേ അത്ര തന്നെ പോസിറ്റീവ് ചാർജ് ഇവിടെ ഉള്ളതുകൊണ്ട് കൂട്ടും ചെയ്ത്. പിന്നെ അത് അടുത്തായതുകൊണ്ടുള്ള ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, പറയാൻ മാത്രമില്ല. അപ്പോൾ വില്ലനായ പോസിറ്റീവ് ചാർജിനെ ഇവിടുന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത പരിപാടി. അതിനെന്താ ചെയ്യേണ്ടത്, അവിടെ എർത്ത് ചെയ്യുക. കണ്ടോ, എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും പോസിറ്റീവ് ചാർജ് ഫ്ലോ ഇൻ ടു ദി എർത്ത് എന്ന് പറയും. പക്ഷേ സംഭവിക്കൽ എന്താ, ഓരോ ഇലക്ട്രോൺ വന്നിട്ട് ആ വേക്കൻസിയിൽ കയറിയിരുന്ന് ഞാൻ അങ്ങനെ പോയത് നിങ്ങൾ കണ്ടല്ലോ. ആൻഡ് ഫൈനലി യു ഗോട്ട് എ കപ്പാസിറ്റർ ഓവർ ഹിയർ. ദ പൊട്ടൻഷ്യൽ ഓഫ് ക്യാപിറ്റൽ എ ഡിഗ്രീസസ് കൺസിഡറബിളി. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് കൂടുതൽ ചാർജ് കൊടുത്തിട്ട് നമുക്ക് കൂടുതൽ സ്റ്റോർ ചെയ്യാൻ കഴിയും. മനസ്സിലായോ? ക്ലിയർ അല്ലേ? That is the principle of a capacitor. നോക്കൂ, കപ്പാസിറ്റർ നമുക്ക് പല ടൈപ്പ് ഉണ്ട്. നമ്മൾ എടുക്കുന്ന 2 കണ്ടക്ടർ പറഞ്ഞല്ലോ, 2 കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ഐദർ ബൈ വാക്വം ഓർ ബൈ എ ഡൈഇലക്ട്രിക് മീഡിയം എന്നാണല്ലോ പറഞ്ഞത്. എടുക്കുന്ന 2 കണ്ടക്ടേഴ്സ് 2 പ്ലേറ്റുകളെന്ന് വിചാരിക്കുക. 2 പ്ലേറ്റ്, അതേപോലെ തന്നെ പ്ലേറ്റ്.
അപ്പോൾ രണ്ട് പാരലലി രണ്ട് പ്ലേറ്റ് ഇങ്ങനെ വെച്ചു. അങ്ങനെയാണെങ്കിൽ ആ കപ്പാസിറ്ററിൻ്റെ പേര് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്നാണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അങ്ങനെ അവിടെ നിർബന്ധമില്ല. നമുക്ക് സിലബസിൽ കാര്യമായിട്ട് പഠിക്കാനുള്ള പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. നേരെ മറിച്ച് നമ്മൾ എടുക്കുന്ന രണ്ട് കണ്ടക്ടർ നോക്കി നിങ്ങൾ, രണ്ട് കണ്ടക്ടർ, ഒരു സ്ഫിയർ, അതിൻ്റെ പുറത്തു കൂടെ ഒരു കോൺസെൻട്രിക് സ്ഫിയർ വേറെ, ഒരു സ്ഫിയർ വേറെ സ്ഫിയർ, ഇങ്ങോട്ട് എർത്ത് ചെയ്യുക. അപ്പോൾ ഇതിന് വിളിക്കുന്ന പേര് സ്ഫെരിക്കൽ കപ്പാസിറ്റർ എന്നാണ്. എൻട്രൻസിന് വേണം സ്ഫെരിക്കൽ കപ്പാസിറ്റർ. അതുപോലെ ഒരു സിലിണ്ടർ, അതിനെ കോയാക്സിലായിട്ട് അതിൻ്റെ പുറത്തു കൂടെ വേറൊരു സിലിണ്ടർ, അതിന് വിളിക്കുന്ന പേര് സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ എന്നാണ്. ഇതൊക്കെ എൻട്രൻസിന് ആവശ്യമാണ്. ബോർഡിന് നമുക്ക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ മതി. മനസ്സിലായല്ലോ? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് ചെറിയ പോയിന്റ്സുകൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ചാർജ് ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അപ്പോൾ നോക്കൂ, ഈ ഡയഗ്രാം ഫുള്ളായിട്ട് നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ഒരു ഡയഗ്രാം. ഇത് ഫുൾ കപ്പാസിറ്ററാണ് ഫുള്ളായിട്ട്. പക്ഷേ ചാർജ് ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് പ്ലേറ്റിൽ എത്ര ചാർജ് ഉണ്ടോ അത്ര തന്നെ ചാർജ് എവിടെയുണ്ട്? നെഗറ്റീവ് പ്ലേറ്റിലുണ്ട്. അപ്പോൾ നെറ്റ് ചാർജ് ഓഫ് എ കപ്പാസിറ്റർ ശരിക്കും എപ്പോഴും എന്താ വരിക? 0. എത്രയാണോ പോസിറ്റീവിലുള്ളത് അത്ര തന്നെ നെഗറ്റീവിലുണ്ട്. അപ്പോൾ നെറ്റ് ചാർജ് എത്ര? 0 ആണ്. ബട്ട് ചാർജ് ഓഫ് എ കപ്പാസിറ്റർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഇറ്റ് ഈസ് ദ ടോട്ടൽ ചാർജ് 0 ആണെങ്കിലും ഇറ്റ് ഈസ് ദ ചാർജ് ഓൺ ഇറ്റ്സ് പോസിറ്റീവ് പ്ലേറ്റ്. അതിനാണ് നമ്മൾ ചാർജ് ഓഫ് എ കപ്പാസിറ്റർ എന്ന് വിളിക്കുന്നത്. ചാർജ്, അപ്പം നിങ്ങൾ ചാർജ് വാട്ട് ഈസ് എ കപ്പാസിറ്റർ ഹാസ് എ ചാർജ് സോ ആൻഡ് സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതെങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് 0 ആണല്ലോ എന്ന് പറയണ്ട. അത് ഇറ്റ്സ് എ നോൺ ഫാക്ട്. അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് കപ്പാസിറ്ററിൻ്റെ ചാർജ്, ടോട്ടൽ ചാർജ് 0 ആണ്. പക്ഷേ ചാർജ് ഓഫ് എ കപ്പാസിറ്റർ എന്ന് നമ്മൾ വിളിക്കുന്ന ആരാണ്? ചാർജ് ഓൺ ഇറ്റ്സ് പോസിറ്റീവ് പ്ലേറ്റ്. റെഡി അല്ലേ? മനസ്സിലായല്ലോ? രണ്ടാമത്തെ ടേം, ഈ ടേമിന് മുമ്പൊരു സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്, ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് എന്നുള്ള ടേം. ഏതൊരു ഡൈലക്ട്രിക്സ് ആർ റഫ്ലി ഇൻസുലേറ്റേഴ്സ്, നമുക്കറിയാം. ആ ഏതൊരു ഇൻസുലേറ്ററും നോക്കൂ ഇലക്ട്രിക് ചാർജിനെ കടത്തി വിടൂലല്ലോ. മീൻസ് ഇൻസുലേറ്റർ, പിന്നെ സപ്പോസ് നോക്കൂ, ഇത് ഒരു ഇൻസുലേറ്റർ എന്ന് വിചാരിക്കുക. ഇൻസുലേറ്റർ, അതിൻ്റെ അക്രോസിൽ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തു. അപ്പോൾ സാധാരണ ഇതിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു സെല്ല് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രോൺസ് നോക്കൂ ഇവിടുന്ന് ഇങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടാൻ വരും. പക്ഷേ ഇത് ഇൻസുലേറ്റർ ആയതുകൊണ്ട് മൂപ്പര് എന്ത് ചെയ്യില്ല, ഇതിനെ കടത്തി വിടൂല. പക്ഷേ നമ്മൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ അതൊരു ഇലക്ട്രിക് ഫീൽഡോട് അപ്ലൈ ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് ഒരു പരിധി വരെ മൂപ്പര് കടത്തി വിടാതെ മൂപ്പര് പിടിച്ചിക്കും. ഒരു പരിധി അങ്ങോട്ട് കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞിട്ട് അതിൽ ചാർജിനെ കടത്തി വിടാൻ തുടങ്ങും. ആ പരിധിയാണ് നമ്മൾ ഡൈലക്ട്രിക് സ്ട്രെങ്ത്. ദ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് എ ഡൈലക്ട്രിക് മീഡിയം ക്യാൻ വിത്ത്സ്റ്റാൻഡ്. മനസ്സിലായി? വിത്ത്സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ല, അതിന് തടഞ്ഞു വെക്കാൻ പറ്റുന്ന അത്രയും ഫീൽഡ് വരെ വരുന്ന വരെ മൂപ്പര് റെസിസ്റ്റ് ചെയ്ത് നിൽക്കും. അവിടുന്ന് കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി നഷ്ടപ്പെടും, എന്ന് വെച്ചാൽ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നു. ആ മാക്സിമം ഇലക്ട്രിക് ഫീൽഡിൻ്റെ പേരാണ് ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്. ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് മനസ്സിലായല്ലോ? ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്. ഓക്കെ, ഇനി നമുക്ക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലേക്ക് പോകാം. യെസ്, നൗ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ നോക്കൂ, ഞാൻ ഇവിടെ കൊടുത്ത ഡയഗ്രം നോക്കൂ. രണ്ട് പാരലൽ പ്ലേറ്റ്സ് ഉണ്ട്. ഈ പ്ലേറ്റിൻ്റെ ഏരിയ ക്യാപിറ്റൽ എ, രണ്ടിൻ്റെയും ഏരിയ ക്യാപിറ്റൽ എ. അപ്പോൾ ഇങ്ങനെയാണ് ആ പ്ലേറ്റ് കേട്ടോ. നമ്മളിങ്ങനെ വെർട്ടിക്കലി നോക്കുന്നതുകൊണ്ട് നമ്മൾ ലൈനായിട്ട് നമുക്ക് ഫീൽ ചെയ്യാന്ന് മാത്രം. ഇതാ പ്ലേറ്റാണ്, രണ്ട് ലൈനല്ല, രണ്ട് പ്ലേറ്റാണ്. നോക്കൂ, ദ പ്ലേറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ഡി. ഡി സെപ്പറേഷനിലാണ് രണ്ട് പ്ലേറ്റും വെച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? റെഡിയാണ്. യെസ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കപ്പാസിറ്റി എത്രയെന്ന് നമ്മൾ കണ്ടെത്താനാണ് നമ്മൾ പോകുന്നത്. പ്ലേറ്റ് ഏരിയയാണ് ക്യാപിറ്റൽ എ. പ്ലേറ്റുകൾക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, അതിന് നമുക്ക് പേര് കൊടുക്കാം ഈ പ്ലേറ്റിന്. ഇതിന് സപ്പോസ് ഇത് പ്ലേറ്റ് 1 ആൻഡ് ദിസ് ഈസ് പ്ലേറ്റ് 2. പ്ലേറ്റ് 2. ഓക്കെ, യെസ്. നോക്കൂ, നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം സി ഈക്വൽ എന്താണ്? Q/V ആണ്. ഈ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇത് പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഈ ചാർജ് എങ്ങനെ യൂണിഫോംലി, കാരണം അതിന് കർവേച്ചർ ഇല്ലല്ലോ, എല്ലായിടത്തും യൂണിഫോംലിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വിത്ത് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈസ് ഈക്വൽ ടു Q/A. Q/A, ഇവിടെ Q/A, ഇവിടെ Q/A. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. മാത്രമല്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനുകൾ പഠിച്ചിടണോ, ഈക്വലി ആൻഡ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പ്ലേറ്റ്. ഓർമ്മ ഉണ്ടാവും, ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞാൽ അത് ഈ ചാപ്റ്ററിലാണ് എനിക്ക് ഉപകാരം വരിക എന്ന് പറഞ്ഞാൽ. ഈക്വലി ആൻഡ് ഓപ്പോസിറ്റ്, ഇത് പ്ലസ് സിഗ്മയാണ്, ഇത് മൈനസ് സിഗ്മ. പാരലൽ ചാർജ് ഓർക്കുന്നേ ഇല്ല.
equally and oppositely charged plates, region 1, region 2, region 3. Region 1 field എത്ര 0, region 3 എത്ര 0, region 2 come on, sigma by epsilon 0. എഡ്ജ് ഇഫക്റ്റീവ് ഫ്രിഞ്ചിങ് ഓഫ് ഫീൽഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് ഉണ്ടാകുക മിഡിൽ റീജിയനിൽ. ആ ഇലക്ട്രിക് ഫീൽഡ് എത്ര ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ആപ്ലിക്കേഷൻ നമ്പർ 4 ഗോസസ് ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ആരാ Q by A into 1 by epsilon 0. റെഡി? സിഗ്മനെ Q by A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ Q by A into 1 by epsilon 0. ഇനി നോക്ക്, ഇവർ തമ്മിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി, കാരണം നമുക്ക് വി വേണമല്ലോ. അപ്പോൾ വിനെ കണ്ടെത്തണം. അപ്പോൾ വി is equal to, അത് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. നമ്മൾ പഠിച്ചില്ലേ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് റിലേഷൻ ബിറ്റ്വീൻ, ഈക്വേഷൻ പഠിച്ചല്ലേ, ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ ഡി വി ബൈ ഡി ആർ. ഈക്വേഷൻ പറഞ്ഞില്ലേ നമ്മൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് പറഞ്ഞിട്ട്, ഇത് വിട്ടുപോയിട്ടൊന്നുമില്ലല്ലോ. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂചിപ്പിക്കണേ. ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ആർ, പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് എന്നുള്ള ടേമിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഡി വി ബൈ ഡി ആർ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ഡി വി ഈക്വൽ ടു ആരാ ഇ ഇൻറ്റു ഡി ആർ. പക്ഷേ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? ഡി വി പറഞ്ഞാൽ രണ്ട് പോയിന്റുകളുമുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആർ. ഇ എന്ന് പറഞ്ഞത് ആ രണ്ട് പോയിന്റുകൾക്കും ഇടയിലെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കൂ, ആ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ എന്താ പ്രശ്നം ആ ഇക്വേഷൻ ഉപയോഗിക്കുന്നിടത്ത്? ഇ എന്തായിരിക്കണം? യൂണിഫോം ആയിരിക്കണം. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഫീൽഡിൻ്റെ ഡിറക്ഷനിലുള്ള രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആർ ആണെങ്കിൽ, ഒന്നുകൂടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട്, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോമാണ്, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്. ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഫീൽഡിൻ്റെ ഡിറക്ഷനിലെ ഡിസ്റ്റൻസ്, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ആ ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ വി is equal to നമുക്ക് എന്ത് എഴുതാം? വി is equal to ഇ ഇൻറ്റു ഡി. ഇൻ ദിസ് കേസ്, നമ്മളെ കേസിൽ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? വി is equal to ഇ ഇൻറ്റു ഡി, ഇ ഇൻറ്റു ഡി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ആ ഈക്വൽ ഇക്വേഷൻ ഓൾറെഡി നമ്മളിവിടെ കണ്ടെത്തി കഴിഞ്ഞു. ക്യൂ ബൈ എ ഇൻറ്റു 1 ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. ദാറ്റ് ഈസ് വി, ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് നേരെ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Now equation 1 implies C is equal to Q into 1 by V ആണ്. അപ്പോൾ V ഇത് തിരിച്ചിടുക. അപ്പോൾ എന്താ കിട്ടുക? എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ ക്യൂ ഡി. ക്യൂ ക്യാൻസൽഡ്. ബാക്കി എന്താണുള്ളത്? C is equal to എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ ഡി. This is the final equation. നോക്കൂ, ഈ ഇക്വേഷൻ ഏറ്റവും വലിയ പ്രസക്തി എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഡെറിവേഷൻ കേട്ടോ. ചെറിയ ഡെറിവേഷൻ എക്സാമിന് കോമൺ ആണ്, അത്രയും കോമൺ ആണ്. ഏതെങ്കിലും ഒരു എക്സാമിന് ഈ വർഷം നിങ്ങൾക്കത് വരുമെന്ന് നിങ്ങൾക്ക് അത്രയും ഉറപ്പിച്ച് വെക്കാവുന്ന ഒരു കാര്യമാണിത്. വളരെ സിമ്പിൾ കാര്യം, ഒന്നുമില്ല. വി സിക്കൽ ഇ ഇൻറ്റു ഡി, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സി സിക്കൽ എപ്സിലോൺ 0 ബൈ ഡി. ഇവിടെ നമ്മൾ എന്താ, രണ്ടാളുകൾക്കാണല്ലോ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ പെർമിഷൻ കൊടുത്ത്, ഒന്നുകിൽ വാക്വം അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് മീഡിയം, ഒന്നുകിൽ വാക്വം അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് മീഡിയം. ഇത് വാക്വം ആണ് എന്ന അസംഷനിൽ ചെയ്തതാണ് നമ്മളിവിടെ. വാക്വം ആണ് എന്ന അസംഷനിൽ, അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഇതിനെ പല രൂപത്തിൽ റെപ്രസെൻറ്റ് വേണം. ഇതിന് സി നോട്ട് എന്ന് കൊടുക്കാം, ഒരു നിർബന്ധമില്ല. അപ്പോൾ വാക്വം ആണ് ഇൻ ബിറ്റ്വീനിൽ നിന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ഫീൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. എയറിനെ നമ്മൾ വാക്വത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു എയർ ഫീൽഡ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി എന്താ? എപ്സിലോൺ 0 ബൈ ഡി. നിങ്ങൾക്ക് ഇതിനുള്ളിലുള്ള ആരാ നോക്ക്, ആരാത്? എപ്സിലോൺ 0 കോൺസ്റ്റന്റ്, എ ജിയോമെട്രി, ഡി ജിയോമെട്രി. കപ്പാസിറ്റി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ജിയോമെട്രി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കൂ, ഇതിന് പകരം എയറിന് പകരം അവിടെ നമുക്കുള്ളത് ഒരു ഡൈഇലക്ട്രിക് മീഡിയം. സപ്പോസ് ദ എൻറ്റയർ സ്പേസ്, ഈ എൻറ്റയർ സ്പേസും ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഒക്യുപ്പൈ ചെയ്തു എന്ന് വിചാരിക്കാം. ഡൈഇലക്ട്രിക് മീഡിയം ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എപ്സിലോൺ ആർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എന്താ വരിക? സി is equal to എപ്സിലോൺ 0 എപ്സിലോൺ ആർ എ ബൈ ഡി എന്നാണ്. എൻറ്റയർ സ്പേസ് ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഒക്യുപ്പൈ ചെയ്താൽ ദ ഇക്വേഷൻ is C is equal to എപ്സിലോൺ 0 എപ്സിലോൺ ആർ എ ബൈ ഡി. മനസ്സിലായോ? ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് മനസ്സിലാവും, ഇതിൽ സി is equal to എന്താ? സി is equal to സി നോട്ട് അല്ലേ, അല്ലെങ്കിൽ എപ്സിലോൺ ആറിന് പുതിയൊരു ഡെഫിനിഷൻ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. എപ്സിലോൺ ആർ ഇക്വേഷൻ ബൈ സി നോട്ട് ചെയ്താൽ എന്താ കിട്ടുക?
C by C naught. The C by C naught is equal to, you will get epsilon R. ഇതൊരു എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ഇൻ ടേംസ് ഓഫ് കപ്പാസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? എപ്സിലോൺ ആർ ഈസ് ദ റേഷ്യോ ഓഫ് കപ്പാസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് ഡൈഇലക്ട്രിക് മീഡിയം ഇൻ ബിറ്റ്വീൻ ടു ദ കപ്പാസിറ്റി ഓഫ് എ സിമിലർ എയർ ഫിൽഡ് കപ്പാസിറ്റർ. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ആ രൂപത്തിൽ അതിനെ ഡിഫൈൻ ചെയ്യാം. ക്ലിയർ അല്ലേ? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ, നോക്കൂ, ഇതിനിടയിൽ നമുക്ക് ഒരൊറ്റ പോയിന്റും കൂടി അവിടെ സംസാരിച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റിയുടെ ആ ഫണ്ടമെന്റൽസ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഫണ്ടമെന്റൽ നമ്മളിത് തീരും. ഡെറിവേഷൻ ഓക്കെ ആണല്ലോ? സിമ്പിൾ ഡെറിവേഷനാണ്, കൺഫ്യൂഷൻ ഒന്നും അവസരമില്ല. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ പ്ലേറ്റുകൾക്കിടയിൽ ഡൈഇലക്ട്രിക് മീഡിയം വേണ്ടത്. അതിൻ്റെ ഇടയിൽ ഒരു കണ്ടക്ടിങ് സ്ലാബ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? നോക്കൂ, capacitance of a parallel plate capacitor with a conducting slab of thickness T between them. കേട്ടോ, ഇത് ഞാൻ ഈ കളറിൽ റെപ്രസെന്റ് ചെയ്തത് ഇതൊരു കണ്ടക്ടറാണ്. ഇതെന്താ കണ്ടക്ടർ? ഇത് കണ്ടക്ടറാണ്, ഇത് കണ്ടക്ടറാണ്, ഇത് ഇത്രയും തിക്നെസ് ഉള്ള ഒരു കണ്ടക്ടർ, T തിക്നെസ് ഉള്ള കണ്ടക്ടർ. അങ്ങനെ വെച്ചാൽ എന്താ സംഭവിക്കുക? ഇതിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? അപ്പോൾ നോക്കൂ, നമ്മുടെ കയ്യിലുള്ള ഒറിജിനൽ ഇക്വേഷൻ എന്താ? സി നോട്ട് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി. ഇതാണ് നമ്മുടെ കയ്യിലുള്ള സാധനം. ഓക്കെ, ഈ സ്പേസ് കംപ്ലീറ്റ് ആർക്കിലാണ്? ഒന്നുകിൽ വാക്വം അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് മീഡിയം. അപ്പോൾ ഇത്രയും ഭാഗം ഒരു കണ്ടക്ടിങ് മീഡിയല്ലേ ഒക്യുപ്പൈ ചെയ്ത്. അപ്പോൾ ഈ ഡി സെപ്പറേഷൻ കംപ്ലീറ്റ് ആർക്കുള്ളതാണ്? വാക്വത്തിനുള്ളതാണ്, അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ. അവിടെ പോയിട്ട് ഇയാൾ കയറി നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇഫക്റ്റീവ് ഡി എന്ന് പറഞ്ഞാൽ എത്ര? ഇപ്പോൾ ഈ കേസിൽ സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി ആണ് ഇപ്പോൾ ഉള്ളത്. ഡി മൈനസ് ടി, കണ്ടോ? ഡി മൈനസ് ടി. അപ്പോൾ എന്താ സംഭവിച്ചത്? ഡിനോമിനേറ്റർ ചെറുതായി എന്ന് വെച്ചാൽ കപ്പാസിറ്റി ഇൻക്രീസസ്. വാട്ട് ഹാപ്പൻസ് ഇഫ് എ കണ്ടക്ടിങ് സ്ലാബ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? ഇറ്റ്സ് എ കപ്പാസിറ്റി ഇൻക്രീസസ്. നമുക്കിതിനെ സ്റ്റൈലാക്കി ഒക്കെ എഴുതാം. അതെങ്ങനെ? സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി ഇൻറ്റു, എങ്ങനെ കൊടുക്കാം? ഇവിടെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ടതില്ല. ഇവിടെ അതിന് പകരം നോക്കൂ, ഇവിടെ ഞാൻ ഇങ്ങനെ കൊടുക്കാം. എപ്സിലോൺ 0 ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ഡി ആണല്ലോ നമ്മുടെ സി നോട്ട് അല്ലേ? സി നോട്ട് എന്ന് പറഞ്ഞപ്പോൾ ഡീനെ ഞാൻ പുറത്താക്കി. ഡീനെ പുറത്താക്കി അവിടെ എന്താ എഴുതാം? 1 മൈനസ് ടി ബൈ ഡി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത്രയും ഭാഗം നമ്മുടെ സി നോട്ട്. അപ്പോൾ സി നോട്ട് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടി ബൈ ഡി. ഇങ്ങനെയും നിങ്ങൾക്ക് ആ ഇക്വേഷനെ റെപ്രസെൻ്റ് ചെയ്യാം. നമ്മുടെ ബേസിക് പോയിന്റ് ഇതാണ്. കണ്ടക്ടിങ് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആ ഡി കുറഞ്ഞാൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തു. കപ്പാസിറ്റി ഇൻക്രീസസ്. റെഡി? ഓക്കെ, നമുക്ക് 1-2 സിമ്പിൾ പ്രോബ്ലംസുകൾ ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ അവസാനിപ്പിക്കാം. വളരെ പെട്ടെന്ന് തന്നെ നോക്കൂ. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ് നീഡഡ് ഫോർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റി 9 ഫാരഡ് ഫോർ എ സെപ്പറേഷൻ ഓഫ് 1 സെൻറ്റിമീറ്റർ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. നോക്കൂ, സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി. അതിൻ്റെ കപ്പാസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 ഫാരഡാണ്. 1 ഫാരഡ് ഈക്വൽ ടു എപ്സിലോൺ 0ൻ്റെ വാല്യൂ 8.85 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു ഏരിയയാണ് കണ്ടെത്തേണ്ടത്. ഹോൾ ഡിവൈഡഡ് ബൈ ഡി എത്ര? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻². റെഡി അല്ലേ? ഏരിയ കണ്ടെത്തേണ്ടത്. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ എന്തിനാണ് കൊടുത്തതെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു ഈ 10⁻² ഒന്നും ക്യാൻസൽ ചെയ്താൽ 10⁻10 ആയി. അപ്പോൾ 1/8.85 ഏനോട് നിർത്തി ഇയാൾ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇത് 10⁻10 ക്യാൻസൽ ചെയ്തതിന് ശേഷം അയാൾ ഇവിടെ എത്തുമ്പോൾ എന്താവും? ഇൻറ്റു 10⁻10 ആയി. ഇൻറ്റു 10⁻10. ക്ലിയർ അല്ലേ? ഓക്കെ, അവിടെ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? അവിടെ പിന്നെ ഓക്കെ, യെസ്, 1/1 പോയിന്റ്, ജസ്റ്റ് എ സെക്കൻഡ്, സോറി. ഓക്കെ, 1/8.85 എത്ര നോക്കി? 1/8.85 0.113 ഇൻറ്റു 10⁻10. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് അതിനെങ്ങനെ എഴുതാം? ഏരിയ ഈസ് ഈക്വൽ ടു 1.13 ഇൻറ്റു 10⁻10. നിൽക്കട്ടെ,
ദാറ്റ് ഈസ് ഈക്വൽ ടു അത്രയും മീറ്റർ സ്ക്വയർ കേട്ടോ, അത്രയും മീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ ഇത് ഏകദേശം കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എത്ര ഉണ്ടാവും അത് നോക്കാം. 1.13 ഇൻറ്റു 10⁻10 ഇൻറ്റു ഒരു കിലോമീറ്റർ, മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ, 10⁻³ കിലോമീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.13 ഇൻറ്റു 10⁻. ഇതെത്ര -6, ഇതെത്ര 10, അപ്പോൾ ഇതെത്രയായി 4. ഇത്രയും കിലോമീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ എത്ര എന്ന് വെച്ചാൽ നമ്മൾ അതിനൊന്ന് ചെയ്ത് നോക്കാം. 1 പോയിന്റ് വേണ്ട, ഒരു 0 പോയി 1 2 3 4 കിലോമീറ്റർ സ്ക്വയർ. ശരിയാ നോക്ക്, 1 2 3 4. ശരി, ഇത്രയും കിലോമീറ്റർ സ്ക്വയർ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഞാൻ കാൽക്കുലേഷനിൽ എവിടെയും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടോ. ഓക്കെ, വാട്ട് ഓർ ഇറ്റ് മേ ബി. ആ ഫിഗർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 2 പാരലൽ പ്ലേറ്റുകൾ 1 സെൻറ്റിമീറ്റർ സെപ്പറേഷനിൽ. സ്വാഭാവികമായിട്ടും സെപ്പറേഷൻ ഡിനോമിനേറ്ററിലാണ് ε0 a/d. ആ ഡി ഇനിയും കൂട്ടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റി കുറയുക ചെയ്യുക അല്ലേ? ε0 a/d ആണല്ലോ. ഈ ഡീൻ്റെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സി കുറയുക ചെയ്യുക. അപ്പോൾ ഡി നമ്മൾ പരമാവധി കുറച്ച് വെച്ചാണ് അല്ലേ? 1 സെൻറ്റിമീറ്ററിൽ എടുത്തിട്ടുള്ളൂ. ഇനി 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നമാണ്. അപ്പോൾ 1 ഫാരഡ് ആവണമെങ്കിൽ നല്ല ശ്രദ്ധിക്കണം. ഈ ക്വസ്റ്റ്യൻ്റെ പ്രോബ്ലത്തിൻ്റെ ആൻസറിനേക്കാൾ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുന്ന അല്ല ഇതിൽ ഇമ്പോർട്ടൻ്റ്. പ്രോബ്ലം ചെയ്യലല്ല ഇമ്പോർട്ടൻ്റ്. പിന്നെന്താ നോക്ക്, 1 ഫാരഡ് ആവണമെങ്കിൽ ഇത്രയും സ്ക്വയർ കിലോമീറ്റർ പ്ലേറ്റുകൾ വെച്ചിട്ട് 1 സെൻറ്റിമീറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഒരു ഫാരഡ് കിട്ടുള്ളൂ. അതിന് 2 3 ഒക്കെ ആയി കഴിഞ്ഞാൽ അതും പോരാ, അതിനെക്കാട്ടിലും ഏരിയ വേണം. എന്ന് വെച്ചാൽ എന്തിനാത്? 1 ഫാരഡ് എന്ന് പറയുന്നത് എത്ര വലുതാണ് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. മനസ്സിലായോ? 1 ഫാരഡ് എന്ന് പറയുന്നത് എത്ര വലുതാണ്, ഇറ്റ്സ് ടു ബിഗ്. അതുകൊണ്ട് തന്നെ നമ്മളെ നോർമൽ യൂസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യൽ എന്താ, മൈക്രോ ഫാരഡ്, പൈക്കോ ഫാരഡ് ഒക്കെ യൂസ് ചെയ്യുക. ഈ എർത്തിൻ്റെ തന്നെ കപ്പാസിറ്റി നമ്മൾ കണ്ടില്ല, എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നോക്കൂ, sketch a graph to show how the charge Q acquired by a capacitor of capacitance C varies with increase in potential. സിമ്പിൾ കാര്യം, കാരണം Q ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇല്ലേ. അപ്പോൾ ഗ്രാഫ് വരച്ചാൽ എന്താ കിട്ടുക, സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ്. അത് ഞാൻ ഇപ്പോൾ ഗ്രാഫ് ഒന്നായിട്ട് ഞാൻ വരച്ച് കാണിക്കണ്ടല്ലോ, ഞാൻ റഫായിട്ട് വരക്കാം കേട്ടോ. അവിടെ യെസ്, ഇവിടെ വിയും ക്യൂവും തമ്മിലുള്ള വേരിയേഷൻ എന്താ ഉണ്ടാവുക, സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ്. അങ്ങനെ തന്നെ അല്ലേ. ഹൗ ദ ചാർജ് Q acquired by a capacitor varies with increase in potential. As potential increases, ഓക്കെ, മാത്രമല്ല ഇതിൻ്റെ സ്ലോപ്പ് ഉണ്ട്. നിങ്ങൾക്ക് എന്താ കിട്ടുക, ഇതിൻ്റെ സ്ലോപ്പ് ഉണ്ട് ക്വാണ്ടിറ്റി ഓൺ y axis Q divided by V, then you will get the capacity also. ഓക്കെ, അവിടെ ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞത് മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ബിറ്റ്വീൻ എയർ. ഓക്കെ, 8 പൈക്കോ ഫാരഡ് ആണ്. പൈക്കോ എന്താണുള്ളത് പറയണത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്കറിയാതെ. വാട്ട് വിൽ ബി ദ കപ്പാസിറ്റൻസ് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ്. ഓക്കെ, എന്ന് വെച്ചാൽ C is equal to ε0 a/d. ഇതിൻ്റെ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 8 പൈക്കോ ഫാരഡ്. ഇനി പുതിയ കപ്പാസിറ്റി C' is equal to ε0 മാറ്റില്ല, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഹാഫ് ചെയ്തു, സ്പേസ് അല്ലേ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് റെഡ്യൂസ് ടു ഹാഫ് ആൻഡ് ദ സ്പേസ് ബിറ്റ്വീൻ ദം ഈസ് ഫിൽഡ് വിത്ത് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഓക്കെ ഓക്കെ, എന്ന് വെച്ചാൽ ε0 മാത്രമല്ല ε r ഉണ്ട്, ഏരിയയിൽ മാറ്റം പറഞ്ഞില്ല, സ്പേസ് ഹാഫ് ചെയ്തു ലൈക്ക് ദിസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ε0 a/d. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റി എഴുതി. പിന്നെ ആരൊക്കെ ഇതിലുള്ളത്, ε r ഉണ്ട്, പിന്നെ ഈ ബൈ 2 മേലെ വന്ന്, അപ്പോൾ ഇൻറ്റു 2. ഇതിൻ്റെ വാല്യൂ ഓൾറെഡി നമുക്കിവിടെ ഉണ്ട് അല്ലേ, 8 പൈക്കോ ഫാരഡ്, 8 pf ഇൻറ്റു ε r എത്ര, 6 ഇൻറ്റു 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 12 അല്ലേ, ആണല്ലോ. അപ്പോൾ 8 ഇൻറ്റു 12 ആണല്ലോ, 96 pf ഉണ്ടോ, മീൻസ് 96 pf അല്ലേ ആൻസർ. റെഡി അല്ലേ, ചെക്ക് ചെയ്തോളൂ. റെഡി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ദ ഗിവൺ ഗ്രാഫ് ഷോസ് ദ വേരിയേഷൻ ഓഫ് ചാർജ് Q വേഴ്സസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് C1 C2
കപ്പാസിറ്റേഴ്സിൻ്റെ ഓക്കെ ക്യൂ വി ഗ്രാഫാണ്, ഒരു എ ബി എന്ന് കൊടുത്തിട്ടുണ്ട്. ബോത്ത് ഹാവ് സെയിം സെപ്പറേഷൻ. ഓക്കെ, ബോത്ത് ഹാവ് സെയിം സെപ്പറേഷൻ അല്ലേ. അപ്പോൾ D1 ഈക്വൽ ടു D2 രണ്ടെണ്ണം തന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്ലേറ്റ് സെയിം സെപ്പറേഷൻ, ബട്ട് പ്ലേറ്റ് ഏരിയ ഓഫ് C2 ഈസ് ഡബിൾ ദാറ്റ് ഓഫ് C1. A2 എന്ന് പറയുന്നത് 2A1 ആണ്. വിച്ച് ലൈൻ കറസ്പോണ്ട്സ് ടു C1? ഓക്കെ, C is equal to epsilon 0 A/D. അപ്പോൾ ഡീനെ കുറിച്ച് ഇവിടെ നമ്മൾ കൺസേൺ ആവണ്ട, എപ്സിലോൺ 0 കൺസേൺ ആവണ്ട. അപ്പോൾ ഇവിടെ പ്ലേറ്റ് ഏരിയനെ ആണല്ലോ വേരിയേഷനിൽ. അപ്പോൾ C പ്രപ്പോർഷണൽ ടു A ആണല്ലോ, ആണ്. അപ്പോൾ ഏരിയ കൂടിയൊക്കെ കപ്പാസിറ്റി കൂടും. ഇവിടെ കപ്പാസിറ്റി ഏരിയ ആർക്കാ കൂടുതൽ? A2ന്. അപ്പോൾ therefore since A2 is equal to 2A1, therefore we can say that C2 greater than C1 ആണ്. C2 greater than C1. ഇനി നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, ഇതിൽ പിന്നെ ക്യൂ വി ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഉണ്ടാകുന്ന ക്വാണ്ടിറ്റി ഓൺ വൈ ആക്സിസ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓൺ എക്സ് ആക്സിസ്, ക്യൂ ബൈ വി, അതാണ് കപ്പാസിറ്റി. അപ്പോൾ ഇതിൽ പിന്നെ സ്ലോപ്പ് കൂടുതലായിരിക്കാം കപ്പാസിറ്റി കൂടിയേക്ക്, കപ്പാസിറ്റി കൂടുതലായിരിക്കാം C2ന്. അപ്പോൾ സ്ലോപ്പ് നോക്കൂ, ഇങ്ങനെയുള്ളത് നോക്കൂ, ഇങ്ങനെ പോകുമ്പോൾ സ്ലോപ്പ് ഇങ്ങനെ കൂടുക. അപ്പോൾ ആർക്കാ സ്ലോപ്പ് കൂടുതൽ? എക്ക്. അപ്പോൾ എക്ക് കപ്പാസിറ്റി എന്താ കൂടുതൽ? അപ്പോൾ എ ആരാ? C2, ബി ആരാ? C1. ഇത് ഞാൻ പറഞ്ഞാണ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നൊരു കാര്യമാണത്. അറിയോ? ഓക്കെ, നോക്കൂ, പ്രോബ്ലം ഒന്നും ചെയ്യേണ്ടത് ഞാൻ ചെയ്ത പ്രോബ്ലം ഇങ്ങനെ നോക്കി ഇങ്ങനെ കണ്ട് രസിക്കല്ലേ വേണ്ടത്. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ എന്നും പറയണതാണ്, ഞാൻ ഇപ്പം ഇന്ന് അത് പറഞ്ഞിട്ടില്ല. അതങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് നിങ്ങൾ അത് ചെയ്യാൻ പോകേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ദാറ്റ്സ് ആൾ ഫോർ ദ ഡേ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. ഇനി കൂടുതൽ പ്രോബ്ലം ഒക്കെ ഉള്ള ഭാഗമാണ്. ടുവേർഡ്സ് ദ എൻഡിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ചാപ്റ്ററിൻ്റെ. ഓക്കെ, ബൈ ഫോർ നൗ. താങ്ക് യു.